ഹായ് എവ്രി വൺ. ഇന്ന് നമുക്കൊരു ഡെസേർട്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒരു ബൺ അല്ലെങ്കിൽ ബ്രെഡ് കാരമൽ പുഡിങ്ങാണ് ഇന്നത്തേത്. ഞാൻ ബണ്ണാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, ഡെസേർട്ട് ഐറ്റമാണ്. എന്തായാലും നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 4 നീളത്തിനുള്ള ബന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ബ്രെഡ് പുഡിങ്ങിന്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഇതാക്കിയിട്ട് നമ്മൾ മിക്സിയിലിടുക. പിന്നെ ആദ്യമേ കുറച്ച് പൊടിച്ചായിരുന്നു, എന്നിട്ട് പിന്നെ ബാക്കി സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ആദ്യമേ കുറച്ച് പൊടിച്ചത്, എന്നിട്ടാണ് ബാലൻസ് ഇട്ടത്. അപ്പോൾ ഏകദേശം 4 നീളത്തിനുള്ള ബന്നുണ്ട്. ഏകദേശം ഇപ്പം നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ നീളമുള്ള 4 ബന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ടത്. എന്തായാലും ഇതൊന്ന് പൊടിച്ചിട്ട് കുറച്ച് പാലൊഴിച്ച് എല്ലാ പാലും കൂടെ ഒരു പാക്കറ്റിൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിലെ പാല് ഫുള്ളോടെ ഇതിൻ്റെ അകത്ത് ഒഴിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഫുള്ളോടെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥലം നിറഞ്ഞിട്ട് ചിലപ്പം നല്ല രീതിയിൽ മിക്സ് ആകത്തില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതാണിത് അരഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു പരുവം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ എന്താ പറയുക, കുറച്ച് വാനില എസൻസ് ചേർക്കുക. ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്, മണത്തിന് വേണ്ടി കുറച്ച് വാനില എസൻസും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പും ചേർക്കുക. പക്ഷേ ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ രുചിച്ച് നോക്കിയിട്ട് ചേർക്കുക. കാരണം ഓൾറെഡി ബണ്ണിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ചേർക്കുക. പാല് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് പാലാണ്, 450 ml പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മുരല്യ ബ്രാൻഡിൻ്റെ ചേർത്തിട്ടുള്ളത്. അപ്പം പാല് പക്ഷേ ഇച്ചിരി പോരാക്കുറവ് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം വീണ്ടും ഒഴിക്കേണ്ടി വരും. അത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതനുസരിച്ച് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർക്കാം. ഇറ്റ്സ് ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ടയ്ക്ക് പകരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഏതാണ് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല, മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർ. ഞാൻ ഈ ഒരു സ്പൂണിലെ അളവിനാണ് ഇത്. ഈ ഒരു സ്പൂണിൽ എഴുതിയിട്ടൊന്നും ഇല്ല ഇതിപ്പോൾ എത്രേൻ്റെയാണെന്ന്. ഐ ഡോണ്ട് നോ. ഇതിപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഒരു 15 സ്പൂൺ ആദ്യമേ ചേർക്കാം. എന്നിട്ട് രുചിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടു. ആക്ച്വലി ഞാൻ 15 സ്പൂൺ എന്ന് പറഞ്ഞത് ആക്ച്വലി ചെറിയ വ്യത്യാസമുണ്ട്. 10 സ്പൂൺ ആദ്യമേ ഇട്ട് നോക്കാം, എന്നിട്ട് രുചിച്ച് നോക്കിയിട്ട്. കാരണം നമ്മൾ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തൊരു ടിന്നിൽ ഒഴിച്ചിട്ടാണ് പിന്നെ ഈ മിക്സ്ചർ അതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അതും പഞ്ചസാരയാണ്. അപ്പോൾ അതുകൊണ്ട് 10 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടുള്ളൂ. അത് നമുക്ക് അടിച്ചെടുത്തിട്ട് നോക്കിയിട്ട് പിന്നെ അതനുസരിച്ച് ടാലി ചെയ്തിടാം. ഇതിൻ്റെ കളറ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ക്രീം കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ബണ്ണാണ് എടുത്തത്, ഞാൻ ബ്രെഡല്ല. അപ്പോൾ നമ്മൾ വൈറ്റ് ബ്രെഡല്ല എടുത്തത്. ഇപ്പോൾ ബ്രൗൺ കളറിൽ ബണ്ണിൻ്റെ മുകളിലായിട്ടൊക്കെ എന്താ പറയുക ബ്രൗൺ ഷെയ്ഡ് വരുമല്ലോ. അപ്പോൾ അത് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് എടുത്താലും മതി. ഇതിപ്പം കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ഇത് 15 സ്പൂൺ പഞ്ചസാര ഉണ്ട്. നേരത്തെ കാണിച്ച ആ സ്പൂണിൻ്റെ അളവിൽ തന്നെ 15 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രെഡ് പാല് അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ്ചറിൽ ആദ്യമേ ഞാൻ 10 സ്പൂൺ ചേർത്തായിരുന്നു. പിന്നീട് രുചിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ മധുരം വേണമെന്ന് തോന്നിയിട്ട് അതിൽ ഞാനൊരു 5 സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ബ്രെഡ് പാൽ മിക്സ്ചറിൽ 15 സ്പൂണും കാരമലൈസ് ചെയ്യാൻ 15 സ്പൂൺ ഇതാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കേക്ക് ടിന്ന് കുറച്ച് വലുതായതുകൊണ്ട് ഞാനൊരു 5 സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്തു. സോ ടോട്ടലി 20 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഈ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സോ നമ്മളുടെ ഇത് നല്ല കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ പ്രത്യേകിച്ച് ബട്ടറോ നെയ്യോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മീൻസ് അതിൽ തേച്ച് കൊടുക്കേണ്ടേ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ്ലി ഇതങ്ങ് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. ഞാൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അലൂമിനിയം പാത്രത്തിൻ്റെ ഇതിലേക്കാണ്. നിങ്ങൾ അലൂമിനിയം സ്റ്റീൽ അങ്ങനത്തെ പാത്രങ്ങളിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ ഒഴിച്ചതിന് ശേഷം ചാടിക്കയറി പാത്രത്തെ പിടിക്കരുത്. ബിക്കോസ് ഇപ്പോൾ പിടിച്ചിട്ട് എനിക്ക് കയ്യിൽ എനിക്ക് ചെറിയൊരു എന്താ പറയുക എൻ്റെ തൊലി ചെറുതായിട്ടൊന്നും ഇതായി. കാരണം നമ്മളത് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിക്കുമ്പം ആ ഒരു കാരമലൈസിൻ്റെ ചൂട് പെട്ടെന്ന് ഈ അലൂമിനിയം സ്റ്റീൽ പാത്രത്തിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കും. ഞാനത് ഓർക്കാതെ പാത്രത്തിൽ കയറി പിടിച്ചു. എനിക്ക് തൊലി ഇത്തിരി ഇതായിട്ടുണ്ട്. ബട്ട് അതർവൈസ് കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഇത് ഇച്ചിരി നേരം ഒന്ന് സെറ്റാകാൻ വെച്ച് വിടുക. എന്നിട്ട് വേണം ഇതിൻ്റെ പുറത്തൂടെ മറ്റേ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഇത് എന്തായാലും ഏകദേശം ഈ കാരമലൈസ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ഉറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്.
അടിയിൽ ചെറിയ ക്രാക്കിംഗ് ശബ്ദമൊക്കെ കേൾക്കും. അത് കാരമലൈസ് ചെയ്ത ആ സംഭവം, ഷുഗർ കാരമലൈസ് ആ സംഭവം പൊട്ടുന്നതാണ്. അത് എന്തുകൊണ്ട് പൊട്ടുന്നു എന്ന് എനിക്കറിയത്തില്ല. അത് പൊട്ടുന്നതിൻ്റെ റീസൺ, ഇങ്ങനെ ക്രാക്സ് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് സ്റ്റീലിൻ്റെ എന്തെങ്കിലും തട്ടോ അടുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു പാത്രമോ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ഇത് വെക്കേണ്ടത്. കാരണം വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാം. അതായത് പാത്രത്തിൽ വെള്ളം ഒഴിക്കുക, അതിൻ്റെ അകത്ത് ഒരു സ്റ്റീലിൻ്റെ സംഭവം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കുക. ഡ്രൈ പാത്രത്തിലോ മണൽ അരച്ചോ ഉപ്പ് അരച്ചോ പാത്രത്തിലോ ഇത് വേവിക്കാതെ, ബിക്കോസ് ഇത് പുഡിങ്ങാണ്. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ അടുക്കൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ചൂട് പാത്രങ്ങളൊക്കെ അടിയിൽ വെക്കാൻ പറ്റുന്ന അടുക്കോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പക്ഷേ അടുക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പോൾ എയർ സർക്കുലേഷൻ, എയർ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന പോവും. ഇതിപ്പോൾ എയർ പോകാത്തത് കൊണ്ടാണ് ഇത് കിടന്നിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഐറ്റം വെക്കുമ്പോൾ ഇതിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും ആക്ച്വലി. എന്തായാലും വെള്ളം അരച്ചിട്ടുണ്ട്. നമുക്ക് ഐറ്റം വെച്ചതിന് ശേഷം നോക്കാം. ഞാൻ എന്താ പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് മൂടി വെക്കുമ്പോഴത്തേക്ക് മൂടിയിൽ ഹോളുള്ള മുടിയാണെങ്കിൽ ആ ഹോള് മൂടി കൊടുക്കരുത്. ഹോൾ അങ്ങനെ തന്നെ തുറന്ന് വെച്ചേക്കുക. ഇപ്പം ചില ഇതിൽ ഒരു ബ്ലാക്ക് കളറുള്ള സംഭവമുണ്ട്, അത് ഓപ്പൺ ആക്കി വെച്ചേക്കുക. അപ്പോൾ അതിൽ കൂടെ ആവി വെളിയിൽ പോകും. എന്നിട്ട് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഞാൻ എന്താ മൂടി വെച്ചിരിക്കുകയാണ്. സോ ഈ മൂടിയിൽ ഞാൻ എന്താ ഉണ്ടാവും, ഈ ഒരു സ്പേസ് ഉണ്ട്, ഇതാണ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളും അതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ മുടിയിൽ എന്തെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് 20 to 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ചെറിയ പിച്ചാത്തിയോ വെച്ച് ഇട്ടൊന്ന് കുത്തി നോക്കുക. വലിയ കുഴപ്പമൊന്നും അതിലൊന്നും പ്രത്യേകിച്ച് ഇതിൻ്റെ കണ്ടൻസ് ഒന്നും വന്നില്ലെങ്കിൽ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടാം. ഓക്കെ, സോ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതായി എത്തിയിരിക്കുകയാണ്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടേക്ക്. അപ്പോഴേ ചൂടോടെ വേണം ഇതാക്കേണ്ടത്. ചില സമയത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് കമിഴ്ത്തി ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇളവി വരും, പക്ഷേ ചിലവത്തത് ഇളവത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് പിച്ചാത്തി വെച്ച് അതിൻ്റെ സൈഡിൽ ഫുള്ളും ഒരു ടിന്നിൻ്റെ അകത്ത് വെച്ച് തന്നെ കട്ട് ചെയ്തതിന് ശേഷം സൈഡ് അരിവ് മൊത്തം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി ഇടുക. സോ ഇതാണിത്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഒരു ക്രാക്ക് ഉണ്ട്, ആ ക്രാക്കിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഫുള്ളി നല്ലതുപോലെ ഇതിരിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ലെറ്റ്സ് സീ. കാരമൽ ചിലപ്പോൾ ഒരു ഇച്ചിരി കൂടി പോയിട്ടുണ്ടായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ആ ഒരു കേക്ക് ടിന് മൊത്തം കവേർഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കിയത്. അപ്പോൾ നമുക്കിത് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇതൊരു ഇതിലേക്ക് വയ്ക്കുക. ഫോർക്കിൽ കുത്തി എടുത്തത് കൊണ്ടാണ് ആ ഒരു പീസ് ഫോർക്കിൽ നിന്ന് വരാൻ പാട്. അപ്പം ഇതാണ് നമ്മളെ ഐറ്റം. നമുക്കൊരു പീസ് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക.